ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മൈ ഡെസ്ക് മേറ്റിൻ്റെ ഫൈനൽ എപ്പിസോഡാണ്. ഒരു എപ്പിസോഡ് ഉണ്ടായിട്ടും ഇത് മുമ്പേ ഇട്ട് തീർക്കാത്തത് എനിക്ക് പനി പിടിച്ചിട്ടാ ഇപ്പോഴേ അവസാനം ഒന്ന് മാറി കിട്ടിയ. സോ ഇതോടെ നമ്മുടെ ഈ ഡ്രാമ ഇവിടെ തീരുകയാണ്. അതിനുശേഷം നമുക്ക് വേറൊരു പുതിയ ഡ്രാമയെ കാണാം. കാരണം ടിൽ ദ എൻഡ് ഓഫ് ദ മൂണും വീണ്ടിടാൻ നോക്കിയപ്പോൾ കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിനുശേഷം വേറൊരു പുതിയ ഡ്രാമയെ കാണാം. ഇപ്പം നമുക്ക് ഫൈനൽ എപ്പിസോഡിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിൽ ടീച്ചർ തിരിച്ചു വരാൻ വേണ്ടി ഇവരെല്ലാം കട്ടയ്ക്ക് പരീക്ഷ എഴുതി കാണും. അങ്ങനെ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും. അതുകൊണ്ട് ടീച്ചറും പഴയപടി ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി വരും. അങ്ങനെ ആ സന്തോഷത്തിൽ ഇവരെല്ലാവരും കൂടെ ടീച്ചറിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് ഷെങ്ങിന് റെഡിയാക്കി പോലെ ഒരു ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേഷൻ വെക്കും. അങ്ങനെ അതോടെ ടീച്ചർ സന്തോഷപ്പെട്ടിട്ട് പഴയതുപോലെ അവരുടെ ക്ലാസ് ടീച്ചറായിട്ട് ക്ലാസ് തുടങ്ങും. അങ്ങനെ ഇവരുടെ ഫൈനൽ എക്സാം എടുക്കുന്നുണ്ട്. എല്ലാവരും കട്ടക്കിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം സാങ്ഷിയുടെ അച്ഛന് നടുവിളിക്കുന്നുണ്ട് ജുജുട്സു ട്രെയിനിങ്ങിനൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി സാങ്ഷിയെ പറഞ്ഞിരിക്കുമ്പോഴാണ് അതേസമയം അവിടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ജുജുട്സു പഠിക്കാൻ വേണ്ടി ചെങ്ങും അവിടേക്ക് വരും. അങ്ങനെ സാങ്ഷിയെ കണ്ടിട്ട് ഇവനും ഇവളാണോ മാസ്റ്റർ എന്ന് പറഞ്ഞ് അവന് സംശയത്തിൽ ചോദിക്കുമ്പോഴാണ് അവളും ദേഷ്യത്തി ഇവളെ കുറിച്ച് അങ്ങനെ താഴ്ത്തി വിചാരിക്കേണ്ടെന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ടുപോയി കൊച്ചുള്ളവർ ഫ്രണ്ട് വെച്ച് അടിച്ചിടും. അങ്ങനെ ഇത് കണ്ട് അവന്റെ ബോഡി ഗാർഡ്സ് ഒക്കെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് അവിടുത്തെ മാനേജർ വന്നിട്ട് സാങ്ഷി വഴക്ക് പറയുന്നത് ഇവളുടെ അച്ഛൻ ഫേമസ് ആയിട്ടുള്ള ട്രെയിനർ ആയിരുന്നോ ഇവനിവിടെ ട്രെയിനിങ് ചെയ്യാൻ വന്നേന്ന്. അതിനുശേഷം അവള് സോറി പറഞ്ഞിട്ട് ചെങ്ങുമായിട്ട് പോയി സംസാരിക്കും. അവളുടെ അച്ഛൻ ഇപ്പൊ വയ്യാത്തോണ്ട് ഇവളായിരിക്കും ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നതെന്ന്. അതിനുശേഷം അവനും ഇവിടെ തന്നെ ജുജുട്സു പഠിക്കണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന് സാങ്ഷിയെ കുറിച്ച് ഒരു പിടി കിട്ടുന്നത് ഇവള് ജിൻഹാന്റെ ക്ലാസ്മേറ്റ് ആണ്. അതോടെ ജിൻഹാനും സാങ്ഷിയും ക്ലോസ് ആണെന്ന് അറിഞ്ഞ ഉടനെ അവനെ ജലസാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇവനും സാങ്ഷിയുടെ കൂടെ ട്രെയിനിങ് ചെയ്തോണ്ട് ഓരോ ഫോട്ടോസ് ഒക്കെ എടുത്ത് ജിൻഹാൻ അയച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ജിൻഹാൻ ഇത് കണ്ട് ദേഷ്യത്തി ഇപ്പൊ ഫുൾ ടൈം സാങ്ഷി ട്രെയിനിങ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്, അവള് വീട്ടിലും കമ്പനി സ്റ്റഡിക്ക് വരുന്നില്ലെന്ന് പറഞ്ഞ് കട്ടക്കലിപ്പിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ ഷെങ്ങും കണ്ടിട്ട് ഇപ്പൊ അവസാനം കിങ്കോങ് ജിൻഹാന്റെ ഫാൻ അല്ലെന്ന് പറഞ്ഞ് അവ സമാനത്തിരിക്കുമ്പോഴാണ് ജിൻഹാൻ അടുത്തേക്ക് വന്നിട്ട് സാങ്ഷി ഇപ്പൊ എന്നോട് മാത്രമല്ല നിന്റെ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലെന്ന് ഷെങ്ങിന് മനസ്സിലാക്കി കൊടുക്കും. അതിനുശേഷം അവനത് പിടികിട്ടിയിട്ട് എങ്ങനെയൊക്കെ ചെങ്ങിനെ അവളെയും കൂടെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവ രണ്ടുപേരും കൂടെ ജുജുട്സു പഠിക്കണമെന്ന് പറഞ്ഞ് സാങ്ഷിയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇത് കണ്ട് അവള് ഷോക്കായി ഇവ രണ്ടുപേരും എന്തിനാ ഇവിടേക്ക് ഒന്നും ചോദിക്കുമ്പോഴാണ് ഷെങ്ങും ഫിസിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് അവ രണ്ടുപേരും ചേരാൻ വേണ്ടി സാങ്ഷിയോട് പെർമിഷൻ ചോദിക്കും. അപ്പോഴാണ് അവളും ജിൻഹാന് ഫിസിക്കലായിട്ടും ചെയ്യാൻ പറ്റാത്തോണ്ട് അവനിത് പ്രശ്നമാണെന്ന് ചോദിക്കുമ്പോഴാണ് അവനതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ചെങ്ങിനും സാങ്ഷിയും കൂടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ജിൻഹാൻ സാങ്ഷി വിളിച്ചോണ്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അതേസമയം സാങ്ഷിക്കാരൻ ഞാൻ പഠിപ്പിച്ചുതരാന്ന് പറഞ്ഞിട്ട് ഷെങ്ങും ചെങ്ങിനടിച്ച് കമത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവന് വേദന സഹിക്കാൻ പറ്റാതെ സാങ്ഷി ജിൻഹാന് പഠിപ്പിച്ചെടുക്കുന്ന പോലെ കൂളായിട്ട് പഠിപ്പിച്ചോടെന്ന് ഇവനോട് ചോദിക്കുമ്പോഴാണ് ഷെങ്ങും ചിരിച്ചോണ്ട് കൂളായിട്ട് ഇപ്പൊ പഠിപ്പിച്ചുതരാന്ന് പറഞ്ഞിട്ട് അവനടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം ഇവിടെ ഇങ്ങനെ പ്രശ്നം നടക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞ് ലിങ്ഷി അവിടേക്ക് എത്തും. കാരണം അവള് ചെങ്ങിന്റെ ഫാനാണ്. അങ്ങനെ ചെങ്ങിനെ ഇവനിട്ട് അടിക്കുന്നുണ്ട്. ഇവരെല്ലാരും കൂടെ കൂട്ടടിയാകും. അങ്ങനെ അവസാനം എല്ലാരും സന്തോഷത്തിൽ ഒരുമിച്ച് നിന്ന് തമാശക്ക് അടികൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിൻഹാൻ നെഞ്ചോയിന് എടുക്കുന്നത്. അതോടെ ഇവരെല്ലാരും കൂടെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാക്കും. അപ്പോഴാണ് ജിൻഹാന്റെ അമ്മ ഈ കാര്യം അറിഞ്ഞ് അവരെ വഴക്കുറയുന്നത്. കാരണം അവന് ഫിസിക്കലായിട്ടൊന്നും ചെയ്തോടാ, അവന് പണ്ട് തൊട്ടേ ഹൃദയത്തിൽ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് അവൻ ആസ്ട്രോനോട്ട് ആകാനുള്ള അവന്റെ ഡ്രീം തന്നെ ഇല്ലാതാക്കിയത്. അങ്ങനെ ഈ കാര്യം ഒന്നും അറിയാതെ അവനെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചതിന് ഇവരെല്ലാം വഴക്ക് കേൾക്കുമ്പോഴാണ് അവസാനം ബോഡി ഗാർഡും അകത്ത് ജിൻഹാന്റെ സിറ്റുവേഷനെല്ലാം മനസ്സിലാക്കിയിട്ട് ഇവരെല്ലാം വീട്ടിലേക്ക് പോകാൻ പറയും. പക്ഷെ സാക്ഷി മാത്രം ജിൻഹാന്റെ അമ്മയെ കണ്ടിട്ട് സോറി വെച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് അവള് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അകത്ത് ജിൻഹാനും ഇവനായിട്ട് ട്രെയിനിങ്ങിന് പോയെന്ന് അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ജിൻഹാന്റെ അമ്മയും പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴാണ് സാക്ഷിയും ഇവരെ കണ്ടിങ്ങനെ സോറി വയ്ക്കും. ഇത് കണ്ട് അമ്മ അടുത്തേക്ക് വന്നിട്ട് ജിൻഹാന് പെട്ടെന്ന് അങ്ങനെ ആയതുകൊണ്ട് ഇവരോട് ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവളെ സമ്മാനത്തിൽ പോകാൻ പറയും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സാക്ഷിയും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഷെങ് അവിടെ ഓടി എത്തിയിട്ട് ജിൻഹാൻ സ്കൂൾ മാറാൻ പോവാന്ന് ഇവരോടെല്ലാം പറയും. ഇത് കേട്ട് സാക്ഷി ഷോക്കായി പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ് അവളും ജിൻഹാനെ കാണാൻ പോകുമ്പോഴാണ് അവിടുത്തെ ബോഡി ഗാർഡൊന്നും ഇവൾ അകത്തേക്ക് കയറ്റത്തില്ല. അതുകൊണ്ട് അവള് പുറത്തിരുന്നോണ്ട് തന്നെ ജിൻഹാന് മെസ്സേജ് ചോദിക്കുമ്പോഴാണ് അതേസമയം അകത്ത് ഈ മെസ്സേജ് കണ്ടിട്ട് ജിൻഹാന്റെ അമ്മ അവന്റെ ഫോൺ എടുത്ത് വിളിച്ച് ചോദിക്കും. അപ്പോഴാണ് ജിൻഹാൻ അവിടേക്ക് വന്നിട്ട് ഇവൻ ആരെങ്കിലും ഫോൺ വിളിച്ചോന്ന് ചോദിക്കുമ്പോഴാണ് അവന്റെ അമ്മ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അവനെ റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം സാക്ഷി ഇവനെ കാണാൻ വേണ്ടി വന്നാലും അവിടുത്തെ ബോഡി ഗാർഡൊന്നും ഇവൾ അകത്തേക്ക് കയറ്റത്തില്ല. അപ്പോഴാണ് ഈ കാര്യമൊക്കെ അറിഞ്ഞ് ജിൻഹാന്റെ ബോഡി ഗാർഡും സാക്ഷിക്ക് മെസ്സേജ് അയക്കുന്നത് ജിൻഹാനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ടെന്ന്. അതേപോലെ സ്കൂൾ മാറുന്ന കാര്യം ജിൻഹാൻ പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കാര്യം അവനോട് പറഞ്ഞ അവൻ ഈ സിറ്റുവേഷന് അത് ഡേഞ്ചർ ആവെന്ന് പറഞ്ഞ് തൽക്കാലം സത്യമൊന്നും ജിൻഹാൻ അറിയേണ്ടെന്ന് സാക്ഷിയോട് പറയും. അതിനുശേഷം അവളും ജിൻഹാനെ കാണാൻ പറ്റാത്ത വിഷമത്തിൽ ക്ലാസ്സിൽ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ട് ഷെങ്ങും ജിൻഹാനെ കാണാനുള്ള ഏർപ്പാടൊക്കെ അവർ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ഗ്രൂപ്പായിട്ട് ജിൻഹാനെ കാണാൻ വേണ്ടി പോകും. അങ്ങനെ സാക്ഷി അകത്തേക്ക് കയറാൻ വേണ്ടി ഇവരെല്ലാം ഡോക്ടറായിട്ട് വേഷം ധരിച്ചു പോകുമ്പോഴാണ് അവിടുത്തെ ബോഡി ഗാർഡ് ഇതൊക്കെ മനസ്സിലാക്കി അവരെല്ലാം ഓട്ടിച്ച് പറഞ്ഞേക്കും. അതിനുശേഷം ഇവരെല്ലാം ഷെങ്ങിന്റെ ഐഡിയ കണ്ട് പുജിക്കുമ്പോഴാണ് അവസാനം അവരും ഒരു മാസ്റ്റർ പ്ലാൻ ചെയ്ത് അവിടുത്തെ ബോഡി ഗാർഡായിട്ടൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ആ സമയം നോക്കി സാക്ഷി അകത്തേക്ക് കയറിപ്പോവും.
ഇതേ സമയം അതൊരു ബോഡി ഗാർഡും കണ്ടിട്ട് സാങ്ഷി ഒന്ന് പൊക്കുമ്പോഴാണ് ജിൻഹാൻ അവിടേക്ക് വന്നിട്ട് ഇവളവന്റെ ഫ്രണ്ടാന്ന് പറയും. അപ്പോഴാണ് അയാളും ഇവന്റെ അമ്മയെ അകത്തേക്ക് ഫ്രണ്ടായാലും ആരെയായാലും അകത്തേക്ക് അയറ്റണമെന്ന് പറഞ്ഞ കാര്യമൊക്കെ പറയുമ്പോഴാണ് ജിൻഹാനും ദേഷ്യത്തി അതൊക്കെ അവൻ നോക്കിക്കോളെന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞേക്കും. അതിനുശേഷം ജിൻഹാനും ഇവരെല്ലാം കണ്ട് വന്നതിന് താങ്ക്സ് പറയുമ്പോഴാണ് ഷെങ്ങും പെട്ടെന്ന് താങ്ക്സ് ഒക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ സ്കൂൾ മാറാൻ വന്ന കാര്യത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് സാങ്ഷി അവന്റെ കാല് പിടിച്ച് ചവിട്ടിയിട്ട് ഈ കാര്യം ഇപ്പൊ പറയണമെന്ന് പറഞ്ഞ് അവനെയും വിളിച്ചോണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ജിൻഹാന് ചെറുതായിട്ട് ഡൗട്ട് അടിക്കും ഇവരെന്തോ സത്യം മറിക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അതിനെ ശിവെല്ലാം പോയതിനു ശേഷം അവന്റെ ബോഡി ഗാർഡ് അവിടേക്ക് വരുമ്പോഴാണ് ജിൻഹാനും അവൻ അറിഞ്ഞ കാര്യമൊക്കെ സത്യമാണെന്ന് വെറുതെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ബോഡി ഗാർഡ് സത്യമെല്ലാം പറയും. സോറി ജിൻഹാൻ, നീ സ്കൂൾ മാറുന്ന കാര്യം നീ ഇപ്പൊ അറിയണ്ടെന്ന് വിചാരിച്ച, പക്ഷെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു. ഏതിന്റെ ബോഡി ഗാർഡ് അറിയുമ്പോഴാണ് അവന് ഷോക്കായി. എന്തോ ഞാൻ സ്കൂൾ മാറാൻ പോവാണോ? ഏതിന് അവന് ഷോക്കാകുമ്പോഴാണ് ബോഡി ഗാർഡിന് പിടികിട്ടുന്നത് ഇപ്പോഴാണ് അവൻ സത്യം അറിഞ്ഞെന്ന്. അതിനുശേഷം ജിൻഹാനും അവന്റെ അമ്മ വന്നതിന് ശേഷം അവൻ സ്കൂൾ മാറിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണ് അവന്റെ അമ്മയും ദേഷ്യത്തി ഈ കാര്യമൊക്കെ അവന്റെ ഫ്രണ്ട്സ് ആണോ പറഞ്ഞെന്ന് ചോദിക്കും. ഇതും കേട്ട് അവനും അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ബോഡി ഗാർഡ് അവന് കൂട്ടിന് വേണ്ടി ഈ സിറ്റുവേഷന് സ്കൂളൊക്കെ മാറണമെന്ന് ജിൻഹാന് വേണ്ടി സംസാരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവസാനം അമ്മയും ഇതിനെ കുറിച്ച് പിന്നെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ബോഡി ഗാർഡും നൈസിന് അവന്റെ ഫോൺ എടുത്ത് കൊടുത്തിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ബോഡി ഗാർഡ് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന് മൊബൈൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് സാങ്ഷി ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് അവളുടെ ഓൺലൈൻ ഫ്രണ്ടിനെ അവൾ ആദ്യമായിട്ടാണ് നാളെ കാണാൻ പോകുന്നതെന്ന്. അങ്ങനെ അവൾ ഇത്രയ്ക്ക് സന്തോഷമായിട്ട് പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ട്. അടുത്ത ദിവസം ജിൻഹാനും പെട്ടെന്ന് സാങ്ഷിയെ കാണാൻ വേണ്ടി പോകും. ഇവനെ കണ്ട് അവൾ ഷോക്കായി. അതിനുമ്പ് ഡിസ്ചാർജ് ചെയ്തെന്ന് ചോദിക്കുമ്പോഴാണ് അവനും ആരും അറിയാതെ നൈസിനെ അവിടെ നിന്ന് മുങ്ങിയതാന്ന് പറയും. അതിനുശേഷം കുറച്ച് സമയമെങ്കിലും പുറത്തുനിന്ന് സമാധാനത്തിരിക്കാന്ന് പറഞ്ഞിട്ട് സാങ്ഷിയോട് ആ ഓൺലൈൻ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകും. കാരണം ആ ഓൺലൈൻ ഫ്രണ്ട് ജിൻഹാന്റെ കട്ട ഫാനാണ്. അപ്പോഴാണ് ആ ഓൺലൈൻ ഫ്രണ്ടും അവിടേക്ക് എത്തിന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോൾ അവൾ എവിടാന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവൾ വീൽ ചെയർ ഇങ്ങനെ വരും. ഇത് കണ്ട് ഇവളൊരു സെക്കൻഡ് ഷോക്കായിട്ട് ചീ ഇത് നീയാണോ എന്നിട്ട് ഇവളും ചോദിക്കുമ്പോഴാണ് അവളുടെ അച്ഛനോട് കുറച്ച് സമയം സംസാരിച്ചോടും ചോദിച്ചിട്ട് സാങ്ഷിയോട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഇവളെ കണ്ട് സാങ്ഷി ഇവള് വയ്യാതിരുന്നിട്ടും ഇവളുടെ സങ്കടമായിട്ടുള്ള വിഷയമൊക്കെ വെറുതെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചതിന് അവളോട് സോറി ചോദിക്കുമ്പോഴാണ് ചീ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ചീയും സാങ്ഷിയെ കണ്ടതാ അവൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ജിൻഹാനും അവൻ മറച്ചു വെച്ചോണ്ടിരുന്ന ബലൂനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അപ്പൊ എന്നെ കണ്ടത് സന്തോഷമില്ലെന്ന് ചോദിക്കും. ഇതോടെ അവള് മൊത്തം ഷോക്കായി. ഇവളുടെ ഐഡലാണോ ഫ്രണ്ട് നിൽക്കുന്ന അറിയാതെ ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകും. അപ്പൊ കറക്റ്റ് അതേ സമയം ലീലി ഷെങ്ങും അവരെല്ലാരും കൂടെ അവിടേക്ക് എത്തും. അങ്ങനെ ഇവരൊക്കെ എങ്ങനെ എത്തിയെന്നറിയാതെ സാങ്ഷി ആദ്യം അവരെ പരിചയപ്പെടുത്താൻ നോക്കുമ്പോഴാണ് അതിനുമ്പേ തന്നെ ചീയി ഇത് ഷെങ്ങാന്ന് പറയും. ഇതോടെ അവന് മൊത്തം ഷോക്കായി. എന്നെ എങ്ങനെ അറിയാന്ന് അവളോട് ചോദിക്കുമ്പോഴാണ് എപ്പോഴും ആവശ്യമില്ലാത്ത ഗിഫ്റ്റ് ഒക്കെ തന്ന് സർപ്രൈസ് ചെയ്യുന്ന ഷെങ്ങിനെ കുറിച്ച് അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് സംസാരിച്ച് എല്ലാവരും ആ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം ഇവ ഹോസ്പിറ്റലില്ലാത്ത കാര്യമൊക്കെ അവന്റെ അമ്മ അറിയും. അതോടെ അവന്റെ അമ്മ അവന് ഫോൺ വിളിക്കുമ്പോഴാണ് ജിൻഹാന് ഫോൺ അറ്റൻഡ് ചെയ്യാതെ ഇവരുടെ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. കാരണം ഇവൻ പുറത്തുപോയ കാര്യമൊക്കെ അവന്റെ ബോഡി ഗാർഡിനോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് സാങ്ഷി അവൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴാണ് അവന്റെ അമ്മ ഇവന് വേണ്ടി പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം ഇവനെ കണ്ടിട്ട് അകത്തേക്ക് വിളിച്ചോണ്ടേ വഴക്കുണ്ടാക്കും. അങ്ങനെ ഇതെല്ലാം സാങ്ഷിയും കേട്ടിട്ട് അവളും പേടിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ജിൻഹാൻ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുവാന്ന് പറഞ്ഞ് അവള് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള പിക്സ് ഒക്കെ എടുത്ത് അവന് ചുമ്മാ അയച്ചു കൊടുക്കും. അപ്പോഴാണ് അവൻ ഈ ഫോട്ടോയെ കാണുമ്പോൾ ചെയ്തിരുന്നത്. അതിനുശേഷം അടുത്ത ദിവസം അവളും ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കറക്റ്റ് അതേസമയം ജിൻഹാന്റെ അമ്മ അവളെ കാണാൻ വേണ്ടി വരുന്നത്. അതിനുശേഷം ഇവള് വിളിച്ച് ഒറ്റയ്ക്ക് സംസാരിക്കും. അങ്ങനെ അമ്മയും ജിൻഹാനായിട്ട് ഇവൾ ഇത്രയും ക്ലോസ് ആയത് എങ്ങനെയാന്ന് ചോദിക്കുമ്പോഴാണ് അവളുടെ പഴയ ഫ്ലാഷ് ബാക്ക് എടുത്ത് പറയും ആദ്യം അവനെ കണ്ടപ്പോൾ തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും. അങ്ങനെ ജിൻഹാൻ ഇഷ്ടപ്പെട്ടത് സ്പേസിനെ കുറിച്ച് കാര്യങ്ങളാന്ന് എല്ലാ കാര്യവും അമ്മയോട് എടുത്ത് പറയുമ്പോഴാണ് അമ്മ ഇത് കേട്ട അവസാനം അവൻ ഇഷ്ടപ്പെട്ട എന്തുവാണോ ഇനി തൊട്ട് അതേ ചെയ്യുന്നുള്ളെന്ന് അമ്മ ഒരു തീരുമാനം എടുക്കും. അങ്ങനെ ജിൻഹാൻ റൂമിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് അവന്റെ അമ്മയും വന്നിട്ട് ഇവന് പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയും. അങ്ങനെ 2 മാസം കഴിഞ്ഞിട്ട് അവൻ ആ ഷൂട്ടിങ്ങിന് പോയാൽ മതി എന്ന് പറയുമ്പോഴാണ് അവന് വലിയ താല്പര്യമൊന്നുമില്ലാതെ എപ്പോൾ നോക്കിയാലും സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് അവന്റെ അമ്മ പോയതിനു ശേഷം അതെടുത്ത് വായിച്ചു നോക്കും. അപ്പോഴാണ് ഇവൻ ഇഷ്ടപ്പെട്ട പോലെ സ്പേസിനെ കുറിച്ചുള്ള ഒരു സിനിമയാണത്. അതോടെ അവന് സന്തോഷെത്തി അവന്റെ അമ്മയെ കുറിച്ച് ഓർത്ത് ഹാപ്പിയാകും. അതിനുശേഷം ജിൻഹാന് ഡിസ്ചാർജ് ആയി അവന് തിരിച്ച് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ടീച്ചർ അതേസമയം എല്ലാരും വെൽക്കം ചെയ്യുന്ന പോലെ ഇവനൊരു വെൽക്കം പാർട്ടി വെച്ചേക്കും. അപ്പോഴാണ് അതേസമയം ഷെങ് താമസിച്ചു വന്നിട്ട് ഇത് എപ്പോഴും വയ്ക്കുന്ന അതേ സംഭവമല്ലേ, ഇത് ആരാണ് എഡിറ്റ് ചെയ്യുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ട് വല്ലതും ചെയ്തോളെ ഏതിന് അവനും പറയുന്നിട്ട് അവരിക്കുന്ന എല്ലാവരും കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഓരോ ദിവസം ഇവരുടെ ഫൈനൽ എക്സാം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുമ്പോഴാണ് സാക്ഷിക്കും കോളേജ് സീറ്റ് കിട്ടാൻ വേണ്ടി അവൾ ജുജുട്സു കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് അവസാനം അവളുടെ കോമ്പറ്റീഷൻ വരുമ്പം ഷെങ് അവൾക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ പറഞ്ഞിട്ട് അവളെ പറഞ്ഞേക്കും. അതേസമയം ജിൻഹാനും മറ്റേ സ്പേസ് സിനിമയ്ക്കുള്ള ഷൂട്ടിങ്ങിന് വേണ്ടി പോയേക്കുക. അങ്ങനെ അവന് ഷെങ്ങിന് മെസ്സേജ് അയച്ചിട്ട് സാക്ഷി പോയില്ലെന്ന് ചോദിക്കുമ്പോഴാണ് അവന് ഇപ്പൊ പോയതേളെന്ന് പറയും. അതിനുശേഷം ജിൻഹാനും അവളുടെ കോമ്പറ്റീഷന്റെ വീഡിയോ ഒക്കെ അപ്പൊ തന്നെ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ട് അവന് ആക്ട് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ സാക്ഷിയും കോമ്പറ്റീഷന് ഫസ്റ്റ് വാങ്ങിക്കുമ്പോഴാണ് ഷൂട്ടിംഗ് കഴിഞ്ഞ അടുത്ത സെക്കൻഡ് തന്നെ ജിൻഹാൻ അവളെ കാണാൻ വേണ്ടി എത്തും. അതിന്
അതിനുശേഷം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് കാണിക്കുകയാണ്. ഇപ്പൊ അവിടുത്തെ പുതിയ പിള്ളേരൊക്കെ അവരുടെ സീനിയേഴ്സിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഷെങ് ജിൻഹാനൊക്കെ ഈ സ്കൂളിലാണോ പഠിച്ചതെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവിടേക്ക് മാസമായിട്ട് അവരെല്ലാരും കൂടെ ഗ്രൂപ്പായിട്ട് അവിടെ വരും. അപ്പോഴാണ് സാക്ഷി ഒരു സെക്കൻഡ് പേടിച്ചിട്ട് ഗൈസ് നമ്മൾ കുറച്ച് ഓവറായിട്ടാണ് വന്നത്. ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് ഷെങ്ങും നിർത്ത്, ഓവറായിട്ട് വന്നാലേ ആരെങ്കിലുമൊക്കെ മൈൻഡ് ചെയ്യത്തുള്ളൂ. ഏതിന് അവൻ പറയുമ്പോഴാണ് ലീലയും ഷെങ്ങിന്റെ അച്ഛൻ സ്വന്തമായിട്ട് ഇവന് വേണ്ടി ബാസ്കറ്റ്ബോൾ ടീം തന്നെ റെഡിയാക്കിയതിനെ കുറിച്ച് അവള് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനും എന്തോ ഒരു ലീല നിനക്ക് ജലസായോ, പേടിക്കണ്ട, ഞാൻ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലേ, ആ പൈസയെല്ലാം വെച്ചോണ്ട് ഞാൻ നിന്നെ ഹീറോയിനാക്കിക്കൊണ്ട് ഒരു സിനിമ എടുക്കാം. ഏതിന് ഇവൻ പറയുമ്പോഴാണ് ജിൻഹാനും അപ്പൊ എന്നെ വെച്ചൊന്നും സിനിമ എടുക്കത്തില്ല. ഏതിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവനും ഓക്കെ നിങ്ങൾ എല്ലാരും വെച്ച് സിനിമ എടുക്കാം, നമ്മുടെ കഥ തന്നെ ആയിക്കോട്ടെ, ഹീറോ ജിൻഹാൻ ഹീറോയിൻ ലീല, പിന്നെ നമ്മളൊക്കെ സപ്പോർട്ട് റോൾ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് അടുത്ത സെക്കൻഡ് അവൻ ആലോചിക്കും വെയിറ്റ് ഞാനല്ലേ പൈസ ഇറക്കുന്നത്, പിന്നെ ഇതിനെ ഞാൻ നിന്നെ ഹീറോ ആക്കുന്നത്, ഞാനാ ഹീറോ, ഹീറോയിൻ കിങ് കോങ്, നിങ്ങളൊക്കെ സപ്പോർട്ട് റോൾസ്. എന്നിട്ട് അവൻ പറഞ്ഞിട്ട് ഇവെല്ലാം ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സമയമെന്ന് പറഞ്ഞ് ഇവെല്ലാം കൂടെ ഒരു സ്ഥലത്തേക്ക് ഓടി ചെല്ലും. കാരണം ഇന്ന് PT സാറും ഇവരുടെ ക്ലാസ് ടീച്ചറും കൂടെ റിംഗ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാ. അപ്പോഴാണ് ആ കാര്യം അറിഞ്ഞ് ക്ലാസ് ടീച്ചറിന്റെ അച്ഛനും ദേഷ്യത്തിൽ ഇവരടിക്കാൻ വേണ്ടി വരും. അപ്പോഴാണ് നമുക്കറിയുന്നത് മറ്റേ സീനിയർ സാറായിരുന്നു ക്ലാസ് ടീച്ചറിന്റെ അച്ഛനെന്ന്. അതിനുശേഷം ആ സാറിനൊന്ന് ഇവെല്ലാം തടഞ്ഞിട്ട് ടീച്ചറിനെ വിളിച്ചോണ്ട് പോയിക്കാന്ന് പറഞ്ഞ് ഇവെല്ലാം സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഡ്രാമ ഇവിടെ തീരുകയാണ്. ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റിൽ പറയുക. കൂടാതെ ഈ ലാസ്റ്റ് എപ്പിസോഡിന് വേണ്ടി കുറെ ദിവസം വെയിറ്റ് ചെയ്ത് കാണും, അതിനൊക്കെ സോറി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫാളിങ് ഇൻ യുവർ സ്മൈലിനെ പോലെ തന്നെ ഒരു കിടിലൻ ഡ്രാമയാണ്. അതിനുവേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഡ്രാമയിൽ കാണാം. 돌아보면 참 어렸었지. 난 일기장에 걱정 많던 아이뿐 힘들었던 모두 여기 아무도 가지 못했던 저 멀리로 달려갈래. I'm running just for you. I will be right there. 날 믿어줘. I gotta run, run beyond. I gotta run, run beyond. 크게 웃어볼 거야. 꿈꾸던 그날이 오면 할 수 없는 내 앞에 미래 힘들고 지쳐도 I am